റെയിൽപാളങ്ങൾ കുരുക്കിടുന്ന തൃക്കരിപ്പൂരിലെയും പരിസരങ്ങളിലെയും റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം കടുക്കുകയാണ്. വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ രൂപീകൃതമായ ജനകീയ സംഘാടക സമിതി നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് തൃക്കരിപ്പൂരിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് യാത്രാക്കുരുക്കുണ്ടാക്കി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിരന്തര തടസ്സമുണ്ടാക്കുന്നത്. പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലുള്ള ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 10 വർഷം മുൻപ് അനുമതി നൽകിയ മേൽപ്പാലം ഇനിയും നിർമ്മാണം തുടങ്ങുവാനായില്ല. സ്വകാര്യ KSRTC മേഖലയിലായി 40-ൽ പരം യാത്രാ ബസ്സുകളാണ് ഇതുവഴി കടന്നുപോകുന്നത്. 100 കണക്കിന് ടാക്സി സ്വകാര്യ വാഹനങ്ങളും റെയിൽവേ ഗേറ്റുകളിലെ കുരുക്കിൽപ്പെടുകയാണ്. തൃക്കരിപ്പൂർ ടൗണിലെ ഗതാഗത കുരുക്കിനും സ്തംഭനാവസ്ഥയ്ക്കും വ്യാപാര മേഖലയിലെ തകർച്ചയ്ക്കും ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ ഗേറ്റുകൾ വർഷങ്ങളായി വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് വ്യാപാരി സമൂഹം ഒന്നാകെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. പ്രതിഷേധ സമരങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ജനകീയ സമരസമിതി ആഹ്വാനപ്രകാരമാണ് ഏപ്രിൽ 28-ന് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റ് വരെ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ നീളത്തിൽ സൃഷ്ടിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ആയിരങ്ങൾ കണ്ണികളാകും. വ്യാപാരികളും കുടുംബാംഗങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും വിവിധ രാഷ്ട്രീയ സന്നദ്ധ യുവജന തൊഴിലാളി വനിതാ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ പങ്കെടുക്കും. 28-ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ കണ്ണികളായി വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസി മേച്ചേരി, വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് തുടങ്ങി നിരവധി പ്രമുഖരും കൈകോർക്കുവാനെത്തുമെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ നാടിൻ്റെ വികസനത്തെയും മുന്നോട്ടുള്ള പോക്കിനെയും തച്ചുടക്കുകയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത റെയിൽവേ ഗേറ്റുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മേൽപ്പാലങ്ങൾ സ്ഥാപിക്കാതെ അനന്തമായി നേടുകയാണ്. ജനറൽ അറേഞ്ച്ഡ് ഡ്രോയിങ്ങിന് അനുമതി നൽകാതെ സാങ്കേതിക കുരുക്കിന് നിർത്തുകയാണ് അധികൃതർ. ഈ മനുഷ്യച്ചങ്ങലയിലൂടെ നമ്മുടെ ഈ മേൽപ്പാലം വളരെ നല്ല രീതിയിൽ ഉയർന്നു വരുവാനും സാധിക്കും. ഇതിന് എല്ലാവരും നമ്മളുടെ ഈ മനുഷ്യച്ചങ്ങലയുമായി സമരപങ്കാളിത്തത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയുന്നത്. സംഘാടക സമിതി അധ്യക്ഷ സാജിദ സഫറുള്ള, വർക്കിംഗ് ചെയർമാൻ CH അബ്ദുൽ റഹീം, ജനറൽ കൺവീനർ TV ചന്ദ്രദാസ്, വർക്കിംഗ് കൺവീനർ AG നൂറുൽ അമീൻ, ജോയിന്റ് കൺവീനർ മുഗൾ റഷീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റുമാരായ S അബ്ദുൽ റഹ്മാൻ, VP ഗോപാലകൃഷ്ണൻ, സെക്രട്ടറിമാരായ C കൃഷ്ണൻ, K മുഹമ്മദ് ആരിഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.